തക്ഷകൻ മറ്റേ പരീക്ഷത്തിനെ കടിക്കാൻ പുറപ്പെട്ടു. കശ്യപൻ തക്ഷകൻ കടിച്ച് മരിച്ച പരീക്ഷത്തിൻ്റെ വിഷറക്കാനും പുറപ്പെട്ടു. രണ്ടാളിങ്ങനെ പുറപ്പെട്ടു കേട്ടോ. പുറപ്പെട്ട ഒരു ഘട്ടത്തിൽ അവർ കൂട്ടിമുട്ടി കാട്ടിൽ വെച്ച്. ആരാ എന്ന് ചോദിച്ചു തക്ഷകൻ. ഞാൻ കശ്യപനാ. അങ്ങിപ്പോൾ എവിടേക്കാ പോണേ? അങ്ങയുടെ യാത്രയുടെ ഉദ്ദേശം എന്താ? രണ്ടാളും ബ്രാഹ്മണരെ ആർക്കൊന്നും മനസ്സിലായിട്ടില്ല. മറ്റേ ഈ തക്ഷകനാന്ന് കശ്യപന് മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ നമ്മുടെ പരീക്ഷിത്ത് രാജാവിനെ തക്ഷകൻ കടിക്കും. അവൻ്റെ വേഷറക്കാൻ പോവുക. അത് ശരി. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കിയോളോ, തക്ഷകൻ്റെ വേഷറക്കാൻ ഈ ഭൂമിയിൽ ആരെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റും. അതിനുള്ള വിദ്യ എൻ്റെ കയ്യിലുണ്ട്. വിദ്യ ഉണ്ടാവും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. എന്താ? ഞാനാ തക്ഷകൻ. അങ്ങോ തക്ഷകനോ? അതെ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ആൽമരല്ലേ, അതിനെ കടിക്കാൻ പോവുക. ഞാൻ കടിച്ചാൽ എന്താ ഉണ്ടാവുമെന്ന് അങ്ങേക്കിപ്പോൾ കാണാം. അങ്ങനെയാണെങ്കിൽ ഈ ആലിനെ അങ്ങ് രക്ഷിക്കണത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് തക്ഷകൻ സ്വന്തം രൂപം എടുത്തിട്ട് ആൽമ കടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് ആല് കരിഞ്ഞ് ഭാസ്മായിട്ടാണ് പോയി. ആലങ്ങട്ട് കരിഞ്ഞു. അങ്ങനെ സാധനം അവിടെ ഇല്ല. കശ്യപന് പരിഭ്രമമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം കുറച്ച് വെള്ളം എടുത്ത് എന്തോ ചില മന്ത്രമൊക്കെ ചൊല്ലിയാണ് തളിച്ചപ്പോൾ ആദ്യം ആലിൻ്റെ ഒരു ചെറിയ മുള വന്നു, പിന്നെ രണ്ടില വന്നു, പിന്നെ ആല് വളർന്നു. അവനെ വളർന്ന് വലിയ വടവൃക്ഷമായിട്ട് ആല് പുനർജനിച്ചു. പഴയ പോലെ ആലുണ്ടായി.